ഉത്തൂർ കൂടി ചേരുന്നുണ്ട്. ആനന്ദ, കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ സീറ്റ് തങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന വാശിയേറിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇത്തവണ NDA അവിടെ കാഴ്ചവെച്ചത്, അല്ലേ? കാരണം കൃത്യമായ ചില കാരണങ്ങൾ അവിടെ NDAയുടെ വിജയ സാധ്യത ഉയർത്തിക്കാട്ടുന്നുണ്ട്. കാരണം സരിൻ ഇടത് സ്ഥാനാർത്ഥിയായി മാറിയതും മാത്രവുമല്ല, CPM അല്ലെങ്കിൽ കോൺഗ്രസ് ഡീൽ ഇതെല്ലാം തുറന്നു കാട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നല്ലോ ഇത്. അതുകൊണ്ട് തന്നെ BJPക്ക് കൂടുതൽ വിജയ സാധ്യത ഉണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ കൃത്യമായി പറയാൻ സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, അത് തന്നെയാണ് ഇപ്പോഴുള്ള ഈ നിര തെരഞ്ഞെടുപ്പിന് ഉച്ച സമയത്തിന് ശേഷവും നടക്കുന്ന ഈ നിര സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് മാത്തൂരിലെ 56ാമത്തെ ബൂത്തിലാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വലിയൊരു നിര തന്നെ. ഒരു കാരണവശാലും വോട്ട് ചെയ്യാതെ പോയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ പാലക്കാടുകാർ ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മാത്തൂര് പോലുള്ള പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ മണ്ഡലം കൂടിയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. ആളുകളെല്ലാം വളരെ അധികം സമയമായിക്കൊണ്ട് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. എന്തായി ചേട്ടാ, എത്ര സമയമായി ക്യൂ നിൽക്കുന്നു? 15 മിനിറ്റായി. എല്ലാ തവണ വോട്ട് ചെയ്യാറുണ്ട്? ഏതാ വികസന കാഴ്ചപ്പാട് തന്നെയാണോ തവണ വോട്ട്? അത് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഒരു മത്സരം തന്നെയാണ്. 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കേരളം സാക്ഷിയെങ്കിൽ കൂടി അതിൻ്റെ ഏറ്റവും തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുന്നത് പാലക്കാട് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ അത്തരത്തിലൊരു ത്രികോണ മത്സരം, ഒരുപക്ഷെ ത്രികോണ മത്സരം എന്ന് എത്രത്തോളം വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല. UDFും NDAയും തമ്മിൽ തന്നെയാണ് കനത്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 3000-ലധികം വോട്ടുകൾക്കായിരുന്നു ഇത്തരത്തിൽ NDA രണ്ടാമതെത്തിയത്. C. കൃഷ്ണകുമാർ തുടക്കം മുതൽ തന്നെ പറയുന്നത് ആ ഒരു ജനവിധി മാറ്റി എഴുതാൻ പാലക്കാട്ടുകാർ തയ്യാറാവും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഈ പോളിംഗ് ശതമാനം ഇപ്പോൾ 50%-ലധികം കടന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ, അതായത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 3 മണിക്ക് ശേഷം ഏതാണ്ട് 54% പോളിംഗ് ഉണ്ടായിരുന്നത്. അതിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളുള്ളത്. ഈ പോളിംഗ് ശതമാനം മറികടക്കുന്നത്, അതായത് ഈ പോളിംഗ് ശതമാനം അധികമാവുന്നത് തീർച്ചയായിട്ടും NDAക്ക് അനുകൂലമാവുന്ന NDA ക്യാമ്പും അതുപോലെ തന്നെ മറ്റ് 2 മുന്നണികളും പറയുന്നുണ്ട്. എന്തായാലും ഓരോ ബൂത്തുകളിലും പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ്. ഈ ഒരു നില തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിംഗ് ശതമാനത്തെ മറികടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ഒരുപക്ഷെ അത് 80% വരെ നീണ്ടേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ അവസാന സമയമാണ്, ഇനി ഏതാണ്ട് 3 മണിക്കൂർ മാത്രമാണ് പൊതുവെ അവശേഷിക്കുന്നത്. എല്ലാ മുന്നണികളും അവരവരുടെ വോട്ടുകൾ, അവരുടെ ഉറച്ച വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമം രാവിലെ മുതൽ തന്നെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 4 മണി 5 മണിയോട് കൂടി തന്നെയായിരിക്കും അവർ ഈ പ്രദേശത്ത് ഈ സമയത്തേക്ക് എത്തുക. അപ്പോൾ ആ ഒരു വോട്ടുകൾ, ഒരു വോട്ട് പോലും തങ്ങളുടേതല്ലാത്ത, അല്ലെങ്കിൽ ക്ഷമിക്കണം, തങ്ങളുടെ ഒരു വോട്ട് പോലും പോൾ ചെയ്യാതിരിക്കാൻ ഉള്ള ഒരു കാര്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കാനുള്ള തരത്തിലേക്ക് തന്നെയാണ് ഇവിടുത്തെ പൊതുവെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ നീണ്ട നിര തന്നെയാണ് മാത്തൂരിലെ 56ാമത് ബൂത്തിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പാലക്കാട് പോളിംഗ് തുടരുകയാണ്. ആനന്ദ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. ആനന്ദ്, നമുക്കറിയാം വലിയ നിര തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു ഉച്ചയോടടുത്തപ്പോൾ തന്നെ പോളിംഗ് മന്ദഗതിയിലായപ്പോൾ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ ഒരു ഉച്ച തിരിഞ്ഞ് കൂടുതൽ ജനങ്ങൾ ബൂത്തുകളിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. കാരണം പാലക്കാട് പോലെയുള്ള പ്രദേശത്ത് ഉച്ച സമയത്ത് വളരെയധികം ചൂടാണ്. ഈ ഒരു സമയത്ത് അവിടേക്ക് വന്ന് ക്യൂ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും വരാതിരുന്നതാണ്. പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാകും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് 3 മുന്നണികൾക്കും, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ പാലക്കാടിൻ്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം, ചൂടാണ്. ചൂടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാൾ തന്നെയാണ്. പക്ഷേ ഇന്ന് കാലാവസ്ഥ ഏതാണ്ട് അനുകൂലമാണ്. ആ തലത്തിൽ വലിയ ഒരു ചൂടിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ സ്ത്രീകൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഓരോ സമയം കഴിയുന്തോറും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ ഇന്ന് ചൂടിന് അല്പം ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉച്ച സമയം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവസാനത്തെ മണിക്കൂറുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ്. ആര് വിജയിച്ചാലും അത് നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ 3 മുന്നണികളും വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പോളിംഗ് നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ മുന്നണികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ ഇവിടെ നടത്തുന്നുണ്ട്. ഇനി അവരുടെ അവസാനവട്ട ഈ വോട്ടർ പട്ടികയിലുള്ള ഏതെങ്കിലും വോട്ടുകൾ പോൾ ചെയ്യാത്തതുണ്ടോ, അയാളെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നേരത്തെ തന്നെ അവിടെ സംസാരിച്ചപ്പോൾ അവരെല്ലാം ഓടി വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടപ്പോൾ ആ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ വോട്ടുകളും
കൃത്യമായി പെട്ടിയിലാക്കാനുള്ള അവസാന വട്ട തത്രപ്പാട്ടിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. ഈ ഒരു നീണ്ട നിര സൂചിപ്പിക്കുന്നത് പാലക്കാട്ടിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ എത്രത്തോളം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഉച്ചസമയം 3 മണി കഴിയുമ്പോഴേക്കും ഏതാണ്ട് 50%-ലധികം പോളിംഗ് എത്തുന്നു. ഈ മാത്തൂർ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം 47%-ഓളം പോളിംഗ് ആയപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഏതാണ്ട് 47-48% പോളിംഗ് എത്തിയിരിക്കുന്നു. പകുതിയോളം വോട്ടുകൾ ഏതാണ്ട് പെട്ടിയിലായിരിക്കുന്നു. ഇനി ബാക്കി വോട്ടുകൾ കൂടി ഇത്തരത്തിൽ പോൾ ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് 3 മുന്നണികളും. വലിയ പോരാട്ടം കാഴ്ചവെച്ച പാലക്കാടിൻ്റെ ജനവിധി എന്തായാലും ജനങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുന്നു. 6 മണിയോട് കൂടി തന്നെ അത്തരത്തിൽ ഒരുപക്ഷെ ഈ ഒരു തലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ 6 മണിക്ക് ശേഷവും ഇത്തരത്തിലൊരു നിര നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് പാലക്കാട് തുടരുകയാണ്. ശരി, ഗോകുൽ കെ വേണുഗോപാലും ആനന്ദ് പുത്തൂറുമാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമായി ചേർന്നത്.